നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനേ ഒരു ദീർഘശ്വാസം ഇട്ടോണ്ടിരിക്കുമായിരുന്നു. അത് തീരുന്നതിന് മുന്നേ വീഡിയോ ഓണാക്കിയിട്ട് ഇങ്ങനെ അത് അവിടെ സ്റ്റക്കായിപ്പോയി. അപ്പോൾ ഇന്നിപ്പില്ലേ കുറച്ച് അതിമനോഹരമായ സാരികൾ. എന്നും അതിമനോഹരമല്ലേ കാണിക്കുന്നത്. അതിൻ്റെ കൂടെ ഇന്ന് ഒരു പുതിയ മനോഹര സാരികൾ കാണിച്ചു തരാം. എന്നും കട്ട് വർക്കും ജൂട്ടും ടസറും അതും ഇതും എല്ലാം കാണിച്ചിട്ട് സിൽക്ക് സാരീസ് അങ്ങനെ കാണിക്കലേ ഇല്ലല്ലോ. അപ്പോൾ ഒരു ചേഞ്ചൊക്കെ വേണ്ടേ അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചേഞ്ച് സാരികൾ പല ചാനലുകളിൽ കൂടെ കാണുന്നുണ്ടായിരിക്കാം. ചേഞ്ചൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ലായിരിക്കാം. കാരണം എന്നാ എന്നാലും ഞാൻ കാണിക്കുമ്പോൾ എനിക്ക് അതിൻ്റേതായ ഒരു ചേഞ്ചസ് ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാരീസ് കാണിക്കാം. എന്തുകൊണ്ടോ ഇങ്ങോട്ട് കാണിച്ച് വളരെ സുന്ദരമായിട്ടുള്ള സോഫ്റ്റ് സിൽക്ക് സാരിയാണ്. ഇതിൻ്റെ റേറ്റ് എത്രയാണോ? സോഫ്റ്റ് സിൽക്ക് സാരി പേസ്റ്റൽ കളറാണ്. ഒനിയൻ്റെ ഒരു പേസ്റ്റൽ കളറും അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ബോർഡറും നല്ല ഭംഗിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സാരീസ്. ഇനി ഇതിൻ്റെ പേര് ഞാൻ തന്നെ ഒന്ന് നോക്കിക്കോട്ടെ. അപ്പം ഇതാണ് സാരി. കണ്ട ഫങ്ഷൻ വെയർ സാരിയായിട്ട് അടിപൊളിയായിട്ട് കൊടുക്കാം. ഇതിൻ്റെ കളർ ചേഞ്ചസുകൾ ധാരാളമുണ്ട്. ഇത്തേ കൂടെ ഇങ്ങനെ ഒരു ബ്രൊക്കേഡ് ഡിസൈൻ പോകുന്നുണ്ട്. അത് ഭയങ്കര എടുത്തന്നില്ല നിൽക്കുന്ന ഈ സാരിയെ പ്രത്യേകിച്ചും എടുത്തങ്ങോട്ട് നിൽക്കുമല്ല. ഒരു എന്നാ പറയുന്ന ഒരു ഡസ്റ്റി ആയിട്ടുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ മുന്താണി ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ട സിൽക്ക് സാരികൾക്കെല്ലാം ഏകദേശം മുന്താണി വരുന്നത് ഇങ്ങനെയായിരിക്കും. ഇതാണ് സോഫ്റ്റ് സിൽക്കാണ്. ഇത്രയേ ഉള്ളൂ കനം. നമ്മളിത് മടക്കി വെച്ചേക്കുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര പടാന്നിരിക്കുന്ന സാധനമാണോ, ഭയങ്കര കട്ടിയാണോ, ഹെവി ആണോ എന്നൊക്കെ തോന്നും. ഒട്ടും ഹെവി അല്ല, സോഫ്റ്റാണ്. ബ്ലൗസ് സെയിം, മുന്താണിക്ക് വരുന്ന അത് തന്നെ സെയിം ആയിട്ട് ബ്ലൗസിനും വരുന്നു. കണ്ടോ, ഇത്രയേ ഉള്ളൂ സാരി, വേറെ ഒന്നുമില്ല. പക്ഷെ നല്ല ആ ഒരു കളറും ബാക്കി സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അടിപൊളി സാരി, നല്ല രസമാണ്. നല്ലൊരു ഫങ്ഷൻ വെയറായിട്ട് വൺ പ്ലീറ്റ്സ് ഒക്കെ ആയിട്ട് ഇടാനാണെങ്കിലും എങ്ങനെ ഇടാനാണെങ്കിലും പ്ലീറ്റഡ് ആയിട്ട് ഇടാനും ഏത് രീതിക്ക് ഇടാനാണെങ്കിലും നല്ല സാരിയാണ്. പിന്നെ ഇപ്പം ഒരു സോഫ്റ്റ് സിൽക്കിൻ്റെ ഒരു ഇതിനകത്ത് വരുന്നതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് സൂക്ഷിക്കണം. ഹാൻഡ് വാഷ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. ഇതൊന്നും ആദ്യം ചാടിക്കറി വാഷ് ചെയ്യത്തില്ലല്ലോ സിൽക്ക് സാരിയൊന്നും. നമ്മളത് എപ്പോഴെങ്കിലും വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡ്രൈ വാഷ് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഡ്രൈ വാഷ് ഉള്ളിന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ പറയുക. ഇനി അടുത്ത കളർ ദേ ബ്ലാക്കാണ്. ബോഡിയെ ബ്ലാക്ക്. നല്ല കോമ്പിനേഷൻസാണ് കേട്ടോ. കണ്ടിട്ടില്ലാത്ത കോമ്പിനേഷനാണ് നല്ല അവകാശപ്പെടുന്നത്. പക്ഷേ ഈ ഒരു കോപ്പറും ഇതും എല്ലാം കൂടെ കൂടുമ്പോൾ നല്ലൊരു രസമാണ്. മെറൂൺ ഇങ്ങനെ ബോർഡർ, ആ ബോർഡറിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ബോർഡറിന് ഒരു ഔട്ട്ലൈനൊക്കെ കൊടുത്ത് ചെയ്തേക്കുന്നതുകൊണ്ട് നല്ലൊരു ഭംഗി. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നും. നല്ല വില കൂടി എനിക്ക് ഫീൽ ചെയ്യിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ഒരു പർച്ചേസിന് പോകുമ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്നു. ഇപ്പം എനിക്ക് പേഴ്സണൽ വാങ്ങിക്കാനാണെങ്കിലും പ്രത്യേകിച്ച് ഫങ്ഷൻ വെയർ വാങ്ങിക്കുമ്പം ഉള്ളതിനേക്കഴിഞ്ഞും വില ഉള്ളതിനേക്കഴിഞ്ഞും മതിപ്പ് ഇരട്ടി കിട്ടണം. അത്യാഗ്രഹമല്ലേ? ഇച്ചിരി അത്യാഗ്രഹം കൂട്ടിക്കോ. അപ്പം ഞാനും അങ്ങനെ തന്നെ കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇത് നിങ്ങൾ കൊടുക്കുന്ന തുകയെ കഴിഞ്ഞും നല്ലപോലെ വില കൂടുതൽ ഫീൽ ചെയ്യിക്കും. എനിക്കറിയാം, ഇങ്ങനത്തെ സാരീസൊക്കെ പലയിടത്തും 5000 അബവ് കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ എനിക്കറിയാം. നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ ഇപ്പം കാഞ്ചീപുരം സാരി അങ്ങനത്തെ സാരികളൊക്കെ ഒറിജിനലായിട്ടുള്ളത് വാങ്ങിക്കാൻ പോകുമ്പോൾ അതും ഇതും തമ്മിലും കൂടെ എന്തോ വിലയുടെ പ്രൈസ് ടാഗ് നോക്കുമ്പോൾ 10,000 അങ്ങ് മറിയുക. പക്ഷെ വ്യത്യാസം നോക്കുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം തീരുക, അതിനപ്പുറത്തോട്ട് ഇല്ല. പിന്നെ ഇതെല്ലാത്തിനും ഉപരി ഇത് എത്രയും ഞാൻ എൻ്റെ ഓൺലൈൻ തുടങ്ങിയ ആളിനോട് ഞാൻ ചോദിക്കുന്നത്, എത്ര പ്രാവശ്യം ഉടുക്കും ഫങ്ഷൻ വെയർ സാരി ഇത്രയും മുടക്കിയിട്ടേ? അത് ഓരോരുത്തരുടെ ഇഷ്ടം, ചോയ്സ്. ബ്ലൗസ് ഇതിനൊത്തിരി തിളക്കം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷേ ലൈറ്റിൻ്റെ വെട്ടം എല്ലാം കൂടെ കൊണ്ട് ഒട്ടും ഓവറായിട്ടുള്ള തിളക്കം ഇല്ല. ഒരു ഫങ്ഷൻ വെയർ സാരിക്ക് വേണ്ട അത്രയും തിളക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ സിൽക്കല്ലേ, സ്റ്റഫ് സിൽക്കല്ലേ, ഉണ്ടോ? എന്നാ ഭംഗിയാണ്. നിങ്ങൾ നോക്കാം, ഒരു ബോർഡറും അതും എല്ലാം കൂടെ. ബോർഡറെ മാത്രം ഒന്ന് നോക്കിക്കേ, എല്ലാ രസമൊന്ന് നോക്കിയോ. ഒരു വൺ പ്ലീറ്റ് നല്ല കുത്തി നല്ല ഞൊറിഞ്ഞിട്ടിട്ട് നല്ല എന്നാ പറയുന്നത് ചോപ്പർ പോലത്തെയൊക്കെ ഇടുവാണെങ്കിലും ഒക്കെ രസമായിരിക്കും ഓർണമെൻറ്റ്സ് ആയിട്ടേ.
അടുത്ത കളറ് ഇത് ഒരു രാമഗ്രീൻ്റെ ഷെയ്ഡ്. എന്നിട്ട് ഇതിനെല്ലാം ഈ ഔട്ട്ലൈൻ കൊടുത്തേക്കുന്ന ഭയങ്കര ഒരു ഭംഗിയാണ് കാണാൻ. ആ ഭംഗി മാത്രമല്ല, അതിനൊരു വിലമതിപ്പ് തോന്നിക്കും. രാമഗ്രീൻ്റെ ഷെയ്ഡ് വിത്ത് എന്താ ഒരു മെറൂണാണ്. ഇത് തന്നെയാണ് ബ്ലൗസും ഇത് തന്നെ. മുന്താണി ഇങ്ങനെ ടാസിലെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ടാസിൽ ഇങ്ങനെ മടങ്ങിയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ കണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അത് എല്ലാത്തിനും ടാസിലൊക്കെ നല്ല വൃത്തിക്ക് നീറ്റായിട്ടുള്ള ടാസിലാണ് ചെയ്തിട്ടുണ്ട്. നൂല് കെട്ടിയെടുക്കുകയല്ലേ നമ്മൾ. എന്നാ കെട്ടിട്ട് തലയാട്ടമേ നൂല് കെട്ടിയെടുക്കുകയല്ലേ നമ്മൾ, അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇത് ബ്ലൗസ്. ഇവിടെ ഭയങ്കര തലയാട്ടാണ് ഞാൻ പറയുന്ന കേട്ടാ തോന്നും ഞാൻ ഇവരെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഉപയോഗിക്കുന്നു. പീച്ച് കേട്ടോ, നല്ലൊരു പീച്ചെന്നോ ഒനിയെന്നോ ഒക്കെ വേണമെങ്കിൽ ഒരു ഇതിൽ കൂടെ പറയാം. നല്ല രസം. അത് ശരീരത്തിട്ട് കാണിച്ചില്ലല്ലേ, അത് പച്ച കാണിക്കണ്ടേ? ഈ സാരിയെ ബോഡിയിൽ ഇട്ട് കാണിച്ചാലേ അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ഇത് കിട്ടത്തുള്ളൂ എന്ന്. പ്രത്യേകിച്ച് സിൽക്ക് സാരി ആകുമ്പോൾ അങ്ങനെ ഒരു ഇത് വേണമല്ലോ. അല്ലാത്ത സാരികൾക്ക് അത്രയും ഒരു നിർബന്ധമില്ല. ഇങ്ങനത്തെ സാരികൾ ശരിക്കും ബോഡിയിൽ ഇട്ട് കാണിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. ചിലർ പറയും അഴിച്ചിട്ട് കാണിക്കണം എന്ന് പറയും. നമ്മൾ ഓരോരുത്തരും ഓരോ സ്റ്റൈലിൽ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചല്ലേ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരുന്ന് കാണിക്കുന്നത്. അതിനൊക്കെ ഒത്തിരി റീസൺസ് ഉണ്ട്. പിന്നെ എന്നാലും എൻ്റെ കസ്റ്റമേഴ്സ് എപ്പോഴും അത് നമ്മളെ എന്താ പറയുന്നത്, നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനൊന്നും ആരും കുറ്റം പറഞ്ഞിട്ടില്ല. ഒരാളും കണ്ട് ചോദിച്ചു നിങ്ങളെൻ്റെ ഇരുന്നിരുന്ന് കാണിക്കുന്നത്, എഴുന്നേറ്റ് നിന്ന് കാണിച്ചുകൂടെ എന്ന് ചോദിച്ചു. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഇത് പീച്ച് കളർ കേട്ടോ, നല്ല രസം, നല്ല ഭംഗി, നല്ല പേസ്റ്റൽ ചാർട്ട്. ഏത് കളർ ടോണിലുള്ളവർക്കും അതാ പറഞ്ഞത്. വണ്ണമുള്ളവരോ വണ്ണമില്ലാത്തവരോ നീളമുള്ളവരോ പൊക്കമുള്ളവരോ കളറ് മീഡിയോ ഫെയറോ എന്തായാലും ഇനിയിപ്പോൾ ഡാർക്ക് ഒന്നും ഒരു പ്രശ്നവുമില്ല. നല്ലതായിട്ട് ചേരുന്ന നല്ല ഒന്നാന്തരമായിട്ടുള്ള സാരീസ്. ഈ സാരിക്ക് ഇപ്പം എപ്പോഴും സ്ഥിരം പറയുന്ന ഒരു പല്ലവിയാണ് സ്റ്റോക്കില്ല. അതെൻ്റെ പൊന്നെ അങ്ങനല്ല കേട്ടോ. ഇവിടെ ആരാണ്ട് പറഞ്ഞു കേട്ടോ ഓൺലൈൻകാരെല്ലാം ഇങ്ങനെയാണത്. പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു പോകുന്ന ചേച്ചി. അല്ലാതെ നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ കസർത്ത് മുഴുവൻ കാണിക്കുന്നത്. സ്റ്റോക്ക് തീർന്നു പോകും. ചില ഐറ്റങ്ങൾക്ക് നമുക്ക് സ്റ്റോക്ക് നമ്മൾ വിചാരിച്ചാലും കിട്ടത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പം നിങ്ങൾ ഓർക്കും, നിങ്ങളുടെ ഭാഗത്ത് നോക്കുമ്പോൾ ശരി, നിങ്ങൾ ആഗ്രഹിച്ചൊരു സാധനം ചോദിക്കുമ്പോഴേ ഇല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദേഷ്യം വരും. പക്ഷെ നിങ്ങൾക്ക് മുന്നേ വന്നവർ കൊണ്ടുപോയത് കൊണ്ടല്ലേ. അത് പിന്നെ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കൊണ്ടുവരാത്തത്. പോകുന്ന കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി സ്റ്റോക്ക് കൊണ്ടുവരും. ഇതിന് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ച ഒന്നാമത് ഞാനൊരു 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞു റിഡക്ഷൻ സെയിലിന് സ്റ്റോക്കില്ല, സിംഗിൾ പീസ് വരുന്നത് കൊണ്ടാണ് റിഡക്ഷൻ സെയിലിന് വരുന്നത്. അതിന് സ്റ്റോക്ക് ഇല്ലാത്തതിന് വരെ പരിഭവിക്കുക. ഇതിനും ഈ പറഞ്ഞ പോലെ അധികം സ്റ്റോക്കൊന്നും വന്നിട്ടില്ല. കാരണം ഇങ്ങനെ ബണ്ടിലായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് ഈ കളർ വേണമെങ്കിൽ ഇപ്പോൾ 10 കളർ 10 എണ്ണം വേണമെങ്കിൽ 10 ബണ്ടിൽ എടുക്കണം. അങ്ങനെയൊന്നും നമ്മൾ ഒത്തിരി ഒരാവശ്യമില്ലാതെ എപ്പോഴും അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. പോകുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് റീസ്റ്റോക്ക് വരുത്തുക ചെയ്യുന്നത്. ഇതുണ്ടോ, അടുത്തതിൽ ഒരു റാണി പിങ്ക് അല്ലെങ്കിൽ മെറൂണും കൂടെ മിക്സ് ആയിട്ടുള്ള നല്ലൊരു കളർ കേട്ടോ. മെറൂൺ എന്ന് പറഞ്ഞാൽ മെറൂണാന്ന് തോന്നും. റാണി പിങ്ക് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാണി പിങ്ക്. രണ്ടും കൂടെ മിക്സ് ആവും. ഒറ്റ റാണി പിങ്ക് എന്ന് പറയുന്നതിന് ഇച്ചിരി കുറച്ചും കൂടെ മെറൂണിൻ്റെ ഒരു നല്ലൊരു ഷെയ്ഡാണ്. അതിൻ്റെ മുന്താണി വന്നിട്ട് ഇതേണ്ട ഇങ്ങനെ ഗ്രീൻ. ബ്ലൗസും സെയിം തന്നെ. ടാസിലൊക്കെ കെട്ടി നല്ല മനോഹരമായിട്ടാണ് ടാസിൽ കെട്ടിയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടോ കെട്ടുക എന്ന് പറയല്ലേ, പട്ടുസാരിയുടെ ഒക്കെ അറ്റത്ത് കെട്ട് ഇതെന്ന് പറയുമല്ലോ എന്ന് പറഞ്ഞ പോലെ. കേട്ടോ, ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു തോന്നിട്ട് ഇത് ലൈറ്റും വെട്ടത്തിൽ കുറേ ഓവർ തിളക്കം തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഇത് തിളക്കം ഓവറായിട്ടില്ല കേട്ടോ. ഇതൊരു ഫങ്ഷൻ വെയർ അല്ലെങ്കിൽ ഒരു ഒരു ഫങ്ഷൻ വെയറിന് തോന്നുന്നു. നല്ല എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് അറിയത്തില്ല. എനിക്ക് സത്യത്തിൽ ഒട്ടും ഒരു വീഡിയോ എടുക്കാൻ ഓക്കെ അല്ല. ഞാൻ ഇന്നലെ ഫുള്ള് മൈഗ്രെയിൻ പിടിച്ച് അനങ്ങാൻ പോലും പറ്റാതെ പൊളിച്ചാൽ ഛർദ്ദിച്ചു പോകുന്നുള്ള ഒരവസ്ഥയിൽ കിടക്കുമായിരുന്നു. അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഒത്തിരി ദിവസം അടുപ്പിച്ച് വീഡിയോ എടുക്കാതിരിക്കുമ്പോഴത്തേനുമേ ആൾക്കാരൊക്കെ ഓർക്കും
ഇതെന്തുവാ ഒന്നിനും ഒരു ഇതില്ല എന്നൊക്കെ ഓർക്കത്തില്ലേ. അപ്പം അതുകൊണ്ടില്ലെന്തുവാ ഓവറായിട്ട് തിളക്കമുണ്ട്. തിളക്കമില്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, തിളക്കമുണ്ട്. പക്ഷെ ഫങ്ഷൻ വെയറിന് വേണ്ട ഒരു തിളക്കമുള്ളൂ. ഇതാ ഈ സാരി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇതിൻ്റെ തന്നെ ഇപ്പോൾ കാണിക്കാവേ. വൈറ്റ് റീസ്റ്റോക്ക് വന്നതാ. ഈ കളർ ആദ്യമായിട്ട് വരിക, ലിനൻ സാരി. വൈറ്റ് കാണിക്കുമ്പോൾ പലർക്കും ഇത് ഓർമ്മ വരും. നല്ല ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഈ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ വന്നിട്ട് ഇങ്ങനെ സ്കാലപ്പ് വർക്കൊക്കെ ചെയ്തേക്കുന്ന സാരിയാണ്. എന്നിട്ടുണ്ടല്ലോ അതിൽ ഈ വർക്കേ കൂടെ ഇതിൻ്റെ തന്നെ വേറൊരു കളർ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു, ചന്ദന കളർ സാൻഡൽ ഷെയ്ഡ്. ഇതിപ്പം ബ്ലാക്ക്, ഇതിന് തന്നെ വൈറ്റ് റീസ്റ്റോക്കും കൂടെ വന്നിട്ടുണ്ട്, അത് കൂടെ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ മുന്താണിയായിട്ട് വരുന്നത്. കണ്ടോ, ഇത്രേ ഉള്ളൂ. സാരി നല്ല ഡെയിലി കാണുന്നവർക്ക് എപ്പോഴും കാണുന്നവർക്ക് ഓർമ്മ കാണും. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് കൊണ്ടുപോകാമെന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞായിരുന്നു. കളേഴ്സ് ഞാൻ കുറേ കൊണ്ടുവരികയും ചെയ്തായിരുന്നു. എല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാ കളേഴ്സ്, കുറേ നല്ല പേസ്റ്റൽ കളറുകൾ കൊണ്ടുവന്നായിരുന്നു. ബ്ലാക്ക് മാത്രം ആ കൂട്ടത്തിൽ വന്നില്ല. പക്ഷെ ബ്ലാക്ക് ലവേഴ്സ് ഒത്തിരി പേരുണ്ട്. അപ്പം ഇത് വേണമെങ്കിൽ വാങ്ങിച്ചോ, വലിയ റേറ്റ് ഒന്നുമില്ല. 899 ഉള്ളൂ റേറ്റിംഗ്. ഇതിൻ്റെ ബ്ലൗസും കൂടെ കാണിച്ചു തരാവേ. ഇതുണ്ടോ, ഇതിൻ്റെ ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നോക്കിയാൽ നല്ലൊരു ഭംഗിയായിരിക്കും ബ്ലൗസ്. ഇതായിട്ട് വന്നിട്ട് ഈ ഒരു കോമ്പിനേഷൻസ് തമ്മിൽ നല്ല ഒരു ഭംഗിയായിരിക്കും ബ്ലൗസ്. ഇനി ഇഷ്ടമില്ലെന്നല്ല, ഒരു ചേഞ്ചിന് വേണമെങ്കിൽ ആ ഒരു മജന്ത ബ്ലൗസ് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. ഇനി ഇതിൻ്റെ തന്നെ വൈറ്റ് ഓർമ്മയില്ലേ? ഇത് ഒത്തിരി പേര് ചോദിച്ച ഒരു ഐറ്റമാണ്. റീസ്റ്റോക്ക് വന്നതാണ് ഇന്നലെ. ദേ കണ്ടോ, സെയിം വൈറ്റ്. ഏത് വേണമെങ്കിലും വാങ്ങിച്ചോ. കണ്ടോ, ഒന്ന് കാണിച്ചതായതുകൊണ്ടാണ് ഞാൻ ഒത്തിരി അങ്ങ് കാണിക്കാത്ത. എന്നാലും കാണിക്കാം, അന്ന് കാണാത്തവരുണ്ടായിരിക്കുമല്ലോ. ഇനിയിപ്പോൾ ഈസ്റ്ററും വിഷുവും ഒക്കെ വരുമ്പം നല്ല ഭംഗിയായിട്ട് കൊടുക്കാൻ സിമ്പിളായിട്ട് എലഗൻ്റ് ആയിട്ടുള്ളൊരു സാരി. ഇതാണ് ഇതിൻ്റെ മുന്താണി. ബ്ലൗസ് ഇങ്ങനെ. മെറ്റീരിയൽ സെമി ലിനൻ ആണ് സ്റ്റഫ്. ഇതാണ് ഇതിൻ്റെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ഇത്രയും കനമുള്ളൂ, സോഫ്റ്റാണ് ഭയങ്കര. ലിനൻ്റെ അറിയാലോ. അപ്പോൾ ആ ഒരു ഇതാണ് വന്നിരിക്കുന്നത്. സ്റ്റാർച്ച് ചെയ്യണമെന്ന് ചോദിച്ചാൽ സ്റ്റാർച്ച് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് സ്റ്റാർച്ച് ചെയ്യാനാണ് ശരിക്കും ഉപയോഗിക്കുന്നത്. ഇഷ്ടം പോലെ ചെയ്യാം. സ്റ്റാർച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പിന്നെ വാഷ് ചെയ്യുമ്പോൾ ലിനൻ്റെ ഒരു ഇതല്ലേ, കെയർഫുള്ളായിട്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത് മൈ ഫേവററ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ്. ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളി സറൗണ്ടിങ്സിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സാരിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഷോപ്പിൽ ഇഷ്ടം പോലെ ഇടയ്ക്കെല്ലാം വരുന്നതായിട്ടുള്ള സാരി, കട്ട് വർക്ക് സാരി. കണ്ടോ, എന്നാ സ്റ്റാൻഡേർഡാണ് നിങ്ങൾ നോക്ക്. ഇതൊരു ലിനൻ മിക്സ് ആയിട്ടുള്ള സ്റ്റഫാണ്. ഇത് ബോഡിക്ക് ലിനൻ മിക്സ് അല്ല, ലിനൻ തന്നെയാണ് സ്റ്റഫ്. ബോർഡറിൽ തുമ്മാൻ വന്നിട്ട് ഒരു രക്ഷയില്ല. ബോർഡറിൽ ഇങ്ങനെ കട്ട് വർക്ക് ചെയ്തിരിക്കുന്നു. കട്ട് വർക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭംഗി ബോഡിയെ നിറച്ചും ഇങ്ങനെ ഈ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള, എത്ര എനിക്ക് വിശേഷിപ്പിക്കണമെന്ന് അറിയത്തില്ലാത്ത അത്രയും ഞാൻ വിശേഷിപ്പിക്കുന്ന സാരി. കാരണം എനിക്ക് ഇങ്ങനത്തെ സാരികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ മടക്കിയൊക്കെ വെച്ചേക്കുന്ന കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര കളറെടുപ്പോ സാധനങ്ങളോ സംഭവങ്ങളോ ഒന്നും അല്ല. ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ലുക്കാണ്. ഇത് കണ്ടോ, നമുക്ക് ഈ കട്ട് വർക്ക് ഫുള്ള് ഇച്ചിരി റേറ്റ് 3000 ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 3390 രൂപയാണ്. അതിനുള്ള പണി ചെയ്തിട്ടുണ്ട്. ഈ കട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അറിയാമല്ലോ, നമുക്ക് അത്രയും സമയമെടുത്ത് അത്രയും ഇതായിട്ട് റേറ്റിൽ ചെയ്യേണ്ട സാധനമാണ്. പിന്നെ ബ്ലൗസ് എന്ന് പറയുന്നത് ഇത് പ്ലെയിനാണ്. കണ്ടോ, ഇത് വന്നിട്ട് പ്ലെയിൻ. ഒരു മിനിറ്റ്, ബ്ലൗസ് ഇതാണ്. ബ്ലൗസ് ഇങ്ങനെ ആ ബോഡിയിൽ ആ വെറുതെ ഈ ബോഡിയെ വന്നിരിക്കുന്ന ആ ഒരു ബുട്ടാസ് എംബ്രോയ്ഡറി ഇല്ല, അത് മാത്രമേ ഉള്ളൂ ബ്ലൗസിന്. ഇത് കണ്ടോ, ഇത് ബ്ലൗസ് കീറലാന്ന് ഓർക്കരുതേ. ഇത് കണ്ടോ, വേറെ സെപ്പറേറ്റ് തയ്ച്ച് പിടിപ്പിച്ചിരിക്കുക. ബ്ലൗസ് സെപ്പറേറ്റ് ഇങ്ങനെ അടിച്ച് പിടിപ്പിച്ചിരിക്കുന്ന കേട്ടോ. ഉണ്ടോ, അതാ തയ്യലങ്ങ് വിട്ട് കിടക്കുന്നതിൻ്റെ അതങ്ങ് അഴിച്ചെടുത്തേച്ചാൽ മതി. ഏറ്റവും അകത്ത് കുത്തുന്നിടത്താണ് ബ്ലൗസിൻ്റെ ബാലൻസ് വരുന്നത്. ഇതാണ് സാരി. നല്ല സാരി എന്ന് പറഞ്ഞാൽ നല്ല സാരിയാണ്. ധൈര്യമായിട്ട് വാങ്ങിച്ചോ. ഞാൻ പറയുന്നത്, ഞാനാണ് ഗ്യാരണ്ടി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇങ്ങനത്തെ സാരി ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. അല്ലാതെ ഭയങ്കര കളറുള്ളത് വേറെ ഓരോ ഐറ്റങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെ കാര്യം എനിക്കറിയത്തില്ല. നല്ല ഭംഗിയുള്ളൊരു സാരി. ലിനനാണ് സ്റ്റഫ്. ഇനി ഒരു ബഡ്ജറ്റ് റേറ്റിലുള്ള നോർമൽ കോട്ടൺ സാരി കാണിക്കാവേ.
ചുമ്മാ ഒരു സാരി, ചുമ്മാ സാരി. എൻ്റെ ഒരു വാക്കിൽ പറഞ്ഞാൽ ചുമ്മാ സാരി എന്നാണ് ഞാൻ ഇതിന് പേരിട്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് സാരി, ചെക്ക് ഡിസൈൻ. ഇപ്പോൾ ചെക്ക് ഡിസൈൻ ഭയങ്കര ട്രെൻഡായിട്ട് വരുന്നത് കൊണ്ട് ഇങ്ങനത്തെ സാരീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര നല്ല ഇഷ്ടമായിരിക്കും. ഇതിൻ്റെ ബ്ലൗസ് ഇല്ലാതെ വൈറ്റ് ബ്ലൗസും കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എടുപ്പായിരിക്കും. നല്ല ഒന്നാന്തരമായിട്ട് പ്ലീറ്റ്സ് ഞൊറിഞ്ഞെടുത്തിട്ട് നല്ല പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് ഇതിൻ്റെ ബ്ലൗസ് കട്ട് ചെയ്യാതെ കൂടെ ഇരിക്കുവാണെങ്കിൽ, ബ്ലൗസ് കട്ട് ചെയ്താണെങ്കിൽ കട്ട് ചെയ്യാതെ കൂടെ ഇരിക്കുകയാണെങ്കിൽ കുറേ കൂടെ പ്ലീറ്റ്സ് കിട്ടും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ബ്ലൗസ് കാണിക്കാവേ. ഇതാണ് ബ്ലൗസിൻ്റെ അറ്റത്തൊരു സിൽവർ സെറിയൊക്കെ ഉണ്ട്. ഇതിന് ചെക്കുണ്ട്, ഇതിന് ചെക്കില്ല. ഇങ്ങനെ ലൈൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പുറത്തേക്ക് വരുമ്പോൾ ചെക്കുണ്ട്. അതാണ് അതിൻ്റെ വ്യത്യാസം. നല്ല സാരിയാണ്, കോട്ടൺ സാരിയാണ്, പ്യുവർ കോട്ടൺ ആണ്. മിക്സും കാര്യങ്ങളൊന്നുമില്ല. താഴത്തെ ബോർഡർ വരുമ്പോൾ ഇത്രയും വീതി, ഇത് താഴത്തെ ബോർഡർ വരുമ്പോൾ ഒരു സിൽവർ ബോർഡർ അല്ല, സിൽവർ ആണോ ഒരു വൈറ്റ് കളറാണോ, സിൽവർ അല്ല, ഒരു ടിഷ്യൂവിൻ്റെ ഒരു മിക്സ് പോലത്തെ ഒരു നൂലാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബോർഡർ. മേളിലത്തെ ബോർഡർ വരുമ്പോൾ ചെറിയ ബോർഡർ. മുന്താണിയും ബ്ലൗസും ഒന്ന് തന്നെ കണ്ടോ. ഇങ്ങനെ നല്ല വൈറ്റ് ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ. ഒരു ഹക്കോബായുടെ ഒരു വൈറ്റ് ബ്ലൗസ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, നല്ല രസമായിരിക്കും. ഇതാണ് മുന്താണി കണ്ടോ. സാരി ഫോളും കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ബോർഡർ, താഴത്തെ ബോർഡറിന് കറക്റ്റ് സാരി ഫോളിൻ്റെ വീതിയാണ്. അപ്പം കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. നല്ലൊരു ലൈറ്റും, ഈ ബ്ലൂവിൻ്റെ ഷെയ്ഡാണെങ്കിലും ബ്ലൂ എടുത്ത് നിൽക്കുന്ന ഷെയ്ഡാണെങ്കിലും ബ്ലൂവിൻ്റെ ഒരു ലൈറ്റാണിത്. അപ്പോൾ ആ ലൈറ്റ് നമുക്ക് ഒരു ചെറിയ ലൈറ്റ് കളർ ഇടുമ്പോൾ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുമല്ലോ. കുളിച്ചിട്ടൊക്കെ വന്ന് കാണുന്ന പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇതിൽ ആ ഒരു ഇത് കിട്ടും. അതിൻ്റെ തന്നെ പിങ്ക് ഷെയ്ഡ് ഉണ്ടോ. എനിക്ക് പണ്ടൊക്കെ പിങ്ക് കളർ എന്നെ ഇഷ്ടമായിരുന്നറിയാം, ഭയങ്കര പിങ്ക് ഭ്രാന്തിയായിരുന്നു. ഇതാണ് ആ സാരി. ഈ സാരി തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്, ചെറിയ വ്യത്യാസം എന്തോ ഉണ്ട് കേട്ടോ, ചെറിയ വ്യത്യാസമുണ്ടോ. ഇതിൻ്റെ ബോർഡറിന് ഇച്ചിരി കൂടെ വീതി കുറഞ്ഞിട്ട് ഇവിടെ കണ്ടോ, ഈ ടിഷ്യൂൻ്റെ സ്റ്റഫില്ലേ, ആ ഒരു നൂല് പാകി വെക്കുന്നില്ലേ, വീവ് ചെയ്തെടുക്കത്തില്ല, അതുപോലത്തെ ബോർഡറാണ് ഇതിന് വന്നിരിക്കുന്നത്. മേളിലത്തെ ബോർഡറും താഴത്തെ ബോർഡറും സെയിം ആണ്. ഇതും ഉണ്ടാവും. ഇത് മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും. ടാസിലൊക്കെ ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് വരുമ്പോൾ ആ സെയിം മുന്താണിയുടെ സെയിം ബ്ലൗസ്. ഇതാണ് ബ്ലൗസ് കണ്ടോ. ഇത് മുന്താണി, ഇത് ബ്ലൗസ്. വൈറ്റ് ബ്ലൗസ് ഇടാൻ പറ്റുമെങ്കിൽ, എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ, ഞങ്ങളുടെ എളിയ അഭിപ്രായമാണ്. തേന്മാവിൻ കൊമ്പത്തിന് ഞങ്ങളുടെ എളിയ ബുദ്ധി തോന്നിയ കാര്യമാണ്. അപ്പക്കാള പറയുന്ന പോലെ ഞങ്ങളുടെ എളിയ അഭിപ്രായമാണ്. ബ്ലൗസ് വൈറ്റൊക്കെ ഇടയ്ക്ക് ഒന്ന് ഇടുവാണെങ്കിൽ ഒരു വെറൈറ്റി ലുക്കിലൊക്കെ പോകാൻ പറ്റും. നല്ല സാരി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. നമ്മുടെ പ്രീമിയം സാരീസിൻ്റെ റിഡക്ഷൻ സെയിലിന് ഗംഭീരമായിട്ടുള്ള വരവേൽപ്പോ സ്വീകരണമോ ഇതൊക്കെയാണ് കിട്ടിയത്. ഒറ്റ സാരി ഇല്ലാതെ, കഴിഞ്ഞ ദിവസം കാണിച്ചത് അതിൽ ഒറ്റ സാരി ഇല്ലാതെ സർവ്വ സാരിയും തീർന്നു. ദൈവത്തിന് സ്തുതി, ഒത്തിരി നന്ദി. അത് തീർന്നോ എന്നാണ് ചോദിക്കുന്നത്. അത് ആ മോഡൽ തീർന്നു, ആ ടൈപ്പ് സാരീസ് ഇനിയും ഓഫർ സെയിൽ കാണിക്കും. ഞങ്ങളത് അണിയറയിൽ റെഡി ആയിക്കൊണ്ടിരിക്കുക. അത് തന്നെ വരുകയില്ല, എന്നാണെന്ന് പറഞ്ഞാലും വരാൻ ചാൻസ് വളരെ കുറവാണ്. എന്നാലും ഓഫർ സെയിൽ വന്നേക്കാം. പിന്നെ ഷോപ്പിലും വെക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് നമ്മളിതിനെപ്പറ്റി ഞാനിങ്ങനെ നടക്കുക, വേണോ വേണ്ടയോ. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഇതിനിപ്പോൾ ആരും കേൾക്കാൻ പോകുന്നില്ല, ഇത് ഫസ്റ്റ് എടുത്തിടാവോ. ഗീവ് അവയുടെ കാര്യം നിങ്ങൾ മറക്കണ്ട. ബെസ്റ്റ് കമൻറ്റിനും പിന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്ന എന്താണെന്ന് ഡൗട്ട് ഉണ്ടെന്ന് പലരും പറഞ്ഞു. സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കേണ്ടത് നിങ്ങളുടെയൊക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും വാട്സപ്പ് ഉണ്ടല്ലോ. വാട്സപ്പുകളിൽ ഇൻഡിവിജ്വലി അല്ല, ഗ്രൂപ്പുകളുണ്ടല്ലോ, പല ഗ്രൂപ്പുകൾ. ആ ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോയോ അല്ലെങ്കിൽ ഈ ചാനലോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഷെയർ ചെയ്ത് കൊടുത്തതിൻ്റെ സ്ക്രീൻഷോട്ട്, നിങ്ങളുടെ ആ വാട്സപ്പിൻ്റെ ആ പേജിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരിക. ഒന്നത്. രണ്ടാമത്, ഇത് രണ്ടും ചെയ്യണം കേട്ടോ. ബെസ്റ്റ് കമൻറ്റ് ഇടുക യൂട്യൂബിൽ. ഈ വീഡിയോയുടെ അടിയിൽ ഇടുന്ന കമൻറ്റുകളിൽ നിന്ന് ഒരു കമൻറ്റ്. ഇത് രണ്ടും ചെയ്യുന്ന ആൾക്കാരിൽ കുറേ പേരെ സെലക്ട് ചെയ്തിട്ട് ലോട്ടിട്ട് 2990 രൂപയുടെ ഒരു റോസ് സിൽക്കിൻ്റെ സാരി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സാരിയാണ് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത്. ഈ മാസം 20-ാം തീയതി വരെയാണ് ടൈം. താങ്ക് യു.